ഷൂ വെടിവെച്ചാങ്കോവിൽ സംഗി. വെടിവെച്ചങ്കോവിൽ സംഗി, വെടിവെച്ചങ്കോവിൽ സംഗി, വെടിക്കഥ തള്ളക്കഥ സംഗീകഥ. വെടിവെച്ചങ്കോവിൽ സംഗീകഥ. നമ്മൾ പുതിയൊരു പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ആ പ്രോഗ്രാമിന്റെ പേരാണ് വെടിവെച്ചാങ്കോവിൽ സംഗി. അതായത് സംഗികൾ വെക്കുന്ന വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിയിരിക്കേണ്ട. വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള് പൊട്ടിക്കലൊക്കെ ഇല്ലേ, ചുമ്മാ ഇരുന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ഇരുന്നിട്ടും അതല്ലാത്ത വീഡിയോസും സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന് സംഗികൾ പൊട്ടിക്കുന്ന ഫും 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 എന്നും പൊട്ടിക്കുന്ന ഓരോ വെടികൾ വെച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഭയങ്കര രസമുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് വെടിവെച്ചാങ്കോവിൽ സംഗിയുടെ ഫസ്റ്റ് എപ്പിസോഡിലെ നമ്മുടെ ഫസ്റ്റ് വെടി ആരാന്ന് നോക്കാം. ഫസ്റ്റ് വെടിയല്ല, നമുക്കൊരു വെടനെയാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസം മലൻ ടി വിയിൽ വന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെടിക്കഥ, നമ്മളതിലും ആ കഥ കേൾക്കാം. അപ്പം കഥ തുടങ്ങാൻ നമ്മുടെ മലൻ ടി വിയിലെ മലൻ നമ്പ്യാര് തുടങ്ങുവാനെ കേക്കട്ടെ. ഗുരുമൂർത്തി, അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് PFI പോലുള്ള നിരോധിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ, അല്ലേ? സ്ലോലി. തീർച്ചയായിട്ടും അത് എന്നാ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസിക്കലി ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ സംഘടനയെ നിരോധിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു അങ്കലാപ്പാണ്. കാരണം മതം എന്നത് അടിസ്ഥാന അവകാശമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അതെങ്ങനെയാടാ ഇവിടെ അങ്ങനെ സംഭവിക്കുക? ഈ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഘടനകൾ എന്ന് പറയുമ്പം RSSഉം ശിവസേനയും ബജ്രംഗദറും പിന്നെ ഏതൊക്കെയാണ് ഒരുപാടില്ലേ, രാമസേന, ശിവസേന, ഹനുമാൻ സേന, സുഗ്രീവ സേന, ഇങ്ങനത്തെ കുറേ വാനരസേനകൾ പടകളൊക്കെ ഇല്ലേ. അപ്പം അതൊക്കെ കൂട്ടത്തിൽ വരില്ല. അതൊക്കെ മതങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടല്ലേ? ഇനി അത് മതങ്ങളല്ല മതേതരത്വത്തിനാണോ അടിസ്ഥാനമാക്കി വെച്ചിട്ടുള്ളത്? ഫസ്റ്റ് വെടി പൊട്ടിച്ചിട്ടോ ഇവിടെ അങ്ങോട്ട് ഫുൾ തുരുതുരാന്ന് വെടി വരും കേട്ടോ. സമൂഹത്തിൽ ആർട്ടിക്കിൾ 25, 26 ഒക്കെ പറയുന്നതാണ് ഈ ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രീച്ച് വൺസ് റിലിജൻ എന്ന ആ ഒരു സംഗതിയാണ് ഇവരെല്ലാവരും ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ബേസിക് സംഗതി അവിടെ കിടക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇനി എന്തൊക്കെ ഈ PFI നിരോധിച്ചാലും നാട്ടിലുള്ള മദ്രസകളിലൂടെ ഇവർക്ക് ഇതേ കാര്യം നിർബാധം പഠിപ്പിക്കാൻ പറ്റും. ഈ PFI ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ PFI സംഘടനയുടെ മാനിഫെസ്റ്റോ ആണോ ഈ പറഞ്ഞ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണോ? എന്തൊക്കെയാടാ വെടാ നീ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ നിനക്കും ഉണ്ടാവില്ലേ കുറേ മുസ്ലിം ഫ്രണ്ട്സ്. ഇന്നും ഇതൊക്കെ ഈ മറ്റേ എന്താ പറയുക സംഖ്യസൊക്കെ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ തുപ്പാൻ തുടങ്ങിയിട്ട്. നിനക്കും നീ ജീവിച്ച് വളർന്ന സമൂഹത്തിന് നിന്റെ ചുറ്റുപാടിലൊക്കെ മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ അല്ലേ? ഇവരൊക്കെ മദ്രസ പഠിച്ചവരായിരിക്കില്ലേ? എന്നിട്ട് ഇവരൊക്കെ നിന്നെ കൊന്നോ? നീ കുറ്റി പോലെ അവിടെ ഒന്ന് ഇരുന്ന് വെടി വെക്കുന്നില്ലേ? വല്ലതും ചെയ്തോ നിന്നെ അവരാരും? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അവിടെയും ഇവിടെയൊക്കെ നടന്ന കലാപങ്ങളിലും വെട്ടിക്കുത്തും കത്തിക്കുത്തും മണിപ്പൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല പല സംഭവങ്ങളിലും ബീഫിൻ്റെ പേരിലും അപ്പേരിലും ഉപ്പേരിലും കാളെ കൊല്ലുന്നു തട്ടുന്നു വെട്ടുന്നു, ഇതൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോടാ. അപ്പോൾ പിന്നെ നമ്മൾ ഈ മദ്രസകളിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ബേസൊക്കെ വേണ്ടടാ. മദ്രസകൾ നല്ലതാടാ പഠിപ്പിക്കുന്നത്. മദ്രസകൾ ആരും വെട്ടാനും കുത്താനും നിന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന പോലെ ആയുധകലകളൊന്നും പഠിപ്പിച്ചിട്ട് വിടുന്നില്ല മദ്രസകൾ കേട്ടാ. ബാക്കി നിന്റെ വെടി കേൾക്കട്ടെ. അതെ അതെ, ഒരുത്തൻ മലം വന്നങ്ങ് തൂറ വളിയിട്ടോണ്ടിരിക്കുക അവിടെ. ഇവനെ കാണുമ്പോൾ എനിക്ക് ഈ പട്ടിനെ കല്ലെടുത്ത് തരുന്നല്ലോ, പട്ടിനെ കാണുമ്പോൾ നമുക്ക് ഒരു ഈറുടുക്കൊന്നുമില്ലേ, അതുപോലെ ആ മലം നമ്പ്യാർ. ഫോക്കസ്ഡ് ആയിട്ടുള്ള മത കേന്ദ്രീകൃത സമൂഹമാണ് മുസ്ലിം സമൂഹം. മറ്റു സമൂഹങ്ങളെക്കാൾ ഏറിയ തോതിൽ ചെറുപ്പത്തിലെ 4 വയസ്സിലെ കുഞ്ഞുങ്ങളെ മതം നിർബന്ധിതമായി പഠിപ്പിക്കുന്ന ഒരു വലിയ സംഘടനാ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനാ സ്വഭാവമുള്ള ഒരു മതമാണത്. രാഷ്ട്രീയ സംഘടനാ സ്വഭാവമൊക്കെ 4 വയസ്സുള്ള കുട്ടികളൊക്കെ മദ്രസന്ന് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഊളത്തരം പറയാണ്ടിരിക്കടാ. രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിപ്പിക്കാനാണോ 4ാമത്തെ വയസ്സിൽ പിള്ളേരെ മദ്രസയിലോട്ട് വിടുന്നത്? രാവിലെ 1-2 മണിക്കൂർ വൈകിട്ട് 1 മണിക്കൂറൊക്കെ മദ്രസയിലോട്ട് വിട്ടിട്ട് ദൈവഭയം, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ആളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുടുംബത്തിൽ എങ്ങനെ വേണം, മക്കളോട് എങ്ങനെ പെരുമാറണം, അച്ഛനും അമ്മനോടും എങ്ങനെ നിൽക്കണം, സഹജീവികളോട് എങ്ങനെ കൂടെ നിന്ന് ജീവിക്കണം, കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക അനുഗ്രഹം എങ്ങനെ കിട്ടും, ദൈവത്തിൻ്റെ അടുത്തോട്ട് എങ്ങനെ ചേരാം, ദൈവത്തിനോട് അടുത്ത് എങ്ങനെ നിൽക്കാം, ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയമല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ബോധം വേണം,
സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട്, അല്ല സംഖ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഖ്യ നന്നാവില്ല എന്നാണ് ഒരു പറച്ചില്. ബാക്കി കേൾക്കാം. അപ്പൊ അതിലും വന്ന് പൊട്ടിമുളച്ച ഒരു സംഘടന നിരോധിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം അടച്ചു പൂട്ടി എന്നത് കൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. ലോകം മുഴുവൻ ഇതൊരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഇപ്പൊ എന്താ വെച്ചാല് PFI ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് 1921 ഇവർ ഇത്രയും വലിയ ക്രൂരമായ ഹൈന്ദവ വേട്ട നടത്തിയത്? അന്ന് PFI ഉണ്ടായിട്ടാ? അല്ല. അവരെ സംബന്ധിച്ച് മതം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതം തന്നെ. ഈ 1921 ഇവിടെ ഹിന്ദു വേട്ടയാണോ നടന്നത്? അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ഞാൻ നിന്നെ കുറ്റം പറയില്ല. കാരണം നീ സംഖ്യയാണ്. സംഖ്യയ്ക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരം എന്താണെന്നോ അതിലാരൊക്കെ പങ്കെടുത്തു അതെങ്ങനെ കിട്ടിയെന്നൊന്നും അറിയില്ല. കാരണം ഈ സ്വാതന്ത്ര്യ സമരം പുറത്ത് നടക്കുമ്പോൾ നമ്മുടെ ഈ സംഘിക്കുട്ടന്മാർ അകത്ത് നമ്മുടെ സായിപ്പിൻ്റെ ചന്തി കേൾക്കാനും സായിപ്പിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ സായിപ്പിൻ്റെ ഷൂ നക്കി തുടച്ചു കൊടുക്കാനും ഇതൊക്കെയായിരുന്നു നമ്മുടെ സംഘികൾ ചെയ്തത്. അതുകൊണ്ട് പുറത്ത് നടന്ന സമരം എന്തായിരുന്നു എന്നോ അല്ലെങ്കിൽ 1921 മാപ്പിളലഹള എന്തായിരുന്നു എന്നോ ഇതൊന്നും അറിയില്ല. അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. അത് ഞാൻ നിന്നെ കുറ്റം പറയില്ല കേട്ടോ. അത് ചരിത്രം മാറ്റാൻ പല പണി നമ്മുടെ സംഘിക്കുട്ടന്മാരെടുക്കുന്നുണ്ട്. നമ്മുടെ സവർക്കറെ രാഷ്ട്രപിതാവാക്കിയിട്ടും മോദിജീനെ വിശ്വഗുരു ആക്കിയിട്ടും അങ്ങനെ പല തട്ടിപ്പുകളും നോക്കുന്നുണ്ട്. അത് നടക്കട്ടെ. അത്യന്തം സംഘടിത ആക്രമണങ്ങൾ നടത്താൻ കെൽപ്പുള്ള രീതിയിലാണ് അതിനെ മുഹമ്മദ് നബി പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. That kind of atrocity is there. ആ ഒരു ക്രൂരത, നൃശംസത ചെയ്യാനുള്ള ആ ഒരു ബേസിക് ബീജം എന്താണ്? ഇത് മാത്രമാണ് ദൈവം, മറ്റൊന്നും ദൈവമല്ല. അപ്പൊ തന്നെ എന്തായി? വർഗീയതയെ, അസഹിഷ്ണുതയായി. ഓഹോ, മുഹമ്മദ് നബി ആ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചത്. വർഗീയതയും അസഹിഷ്ണുതയും പരത്താൻ വേണ്ടിയിട്ട് ഒരേ ഒരു ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. എടാ, നിങ്ങൾക്കൊരു 36,000 കോടി ദൈവം അല്ലേ, 36,000 കോടി അല്ലേ നിങ്ങളുടെ ദൈവങ്ങളുടെ കണക്ക്? എനിക്ക് വലിയ പിടുത്തല്ല കേട്ടോ. അത്രയും ദൈവങ്ങളൊക്കെ ഉണ്ടാക്കാൻ മുഹമ്മദ് കൊണ്ട് പറ്റില്ല. പുള്ളി ഒരു ഏകദൈവത്തിൽ എന്താ പറയുക ഫോക്കസ് ചെയ്ത് പോയി. എന്ത് ചെയ്യാനാ? അതുകൊണ്ടൊരു സുഖല്ലേ 36,000 കോടി ദൈവങ്ങളൊക്കെ വിളിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കുക? നീ എന്തി പറയുന്നത്? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. 36,000 കോടി അനക്കറിയോ? 100 ദൈവങ്ങളെ പേര് തയ്ച്ച് പറയാൻ കൊണ്ട് പറ്റൂ? ഇല്ല, പറ്റൂല. ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല കാര്യത്തിനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വന്തം മലന്ന് കിടന്ന് തുപ്പൽ ഇറക്കി അത് കിടന്ന് മെഴുകേണ്ട വല്ല കാര്യമുണ്ടോ? സംഘിക്കുട്ട വെടിവെച്ചാൻ കോവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഒന്നും ദൈവങ്ങളല്ല, ഇനി ഇത് മാത്രമാണ് ദൈവം. അതിനിപ്പോ കുറ്റം പറയാൻ പറ്റൂ? ഞാൻ ചോദിച്ചു, 36,000 കോടി 36,001 കോടി ഒന്നാമത്തെ ദൈവം അള്ളാഹുവാണ്. 36,002 ദൈവം യേശുക്രിസ്തുവാണ്. 36,003 ദൈവം ബുദ്ധനാണ്, ജൈനനാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇത്രയും ദൈവങ്ങളുണ്ട്, ഇതാണ് നിങ്ങളുടെ ദൈവങ്ങൾ, മറ്റൊന്നും ദൈവങ്ങളല്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാണ്ട് മക്കളെ മറ്റും ദൈവങ്ങളാണ്, ഇതും ദൈവങ്ങളാണ്, നമ്മളൊരു കൂട്ട ദൈവത്തിൻ്റെ ആ പരിപാടി എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ അവർ പറയുന്നുണ്ടോ? ഇല്ല. ദൈവപുത്രനായിട്ട് ജീസസും യഹോവ ദൈവമായിട്ട് അവർ കാണുന്നുള്ളൂ. അവർ പറഞ്ഞു കൊടുക്കുന്നില്ല അള്ളാഹുവാണ് മോനെ ഈ ദൈവം കഴിഞ്ഞ രണ്ടാമത്തെ ദൈവം, മൂന്നാമത്തെ ദൈവം കൃഷ്ണനാണ്, വിഷ്ണുവാണ്, അതല്ലെങ്കിൽ ശിവനാണ്, പാർവതിയാണെന്ന് എവിടെയും പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാ മതത്തിലും അവർക്ക് അവരുടെ ഒരു ദൈവം അവർക്കുള്ളൂ. അതായത് അവരുടെ ദൈവങ്ങളെ അവർക്കുള്ളൂ. അല്ല മറ്റു മതങ്ങളെ ദൈവങ്ങളെ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ വീണ്ടും പൊട്ടത്തരം വിളിച്ച് പറയുന്നു കേട്ടോ. വെടിയെ ബാക്കി പറ. അല്ലെങ്കിൽ ഇത് ഇദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്, ഇനി ആരും വരില്ല എന്നൊക്കെയുള്ള അതായത് ഒരു തരത്തിലും ചർച്ചയ്ക്കോ ഡിസ്കഷനോ അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിനോ ഒന്നും ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മത സംവിധാനമാണത്. അതായത് ഇപ്പം ഈ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനെ ആ ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പം നിങ്ങളുടെ ദൈവങ്ങളെപ്പോലെ ഇപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതായത് ഏതോ ഒരു മഹർഷി അവിടെ കിടന്ന് എന്താ പറയുക ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മറ്റേ ദേവന്മാർ വന്ന് കാല് പിടിക്കുന്നു. കേട്ടയം വഴിക്ക് വിഷ്ണു പുതിയൊരു അവതാരം എടുത്തിട്ട് നാട്ടിലോട്ട് വരുന്നു. ഒരു സെക്സി ലേഡിയുടെ അപ്സരെ എന്തേത് പേര് പറഞ്ഞു പോലെ പേര് മോഹിനി. അവരുടെ വേഷത്തിൽ താഴോട്ട് വരുന്നു. അവിടുന്ന് ഡാൻസ് കളിക്കുന്നു, ശൃംഗരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവന്മാർ വീണ്ടും കാല് പിടിക്കുന്നു. മഹാബലി എന്ന് പറയുന്ന നല്ലൊരു എന്താ പറയുക ആള് രാജ്യം ഭരിക്കുന്നുണ്ട്, ഞങ്ങൾക്കത് ചീത്തപ്പേരാണ്. പുള്ളി വീണ്ടും വാമനൻ്റെ രൂപത്തിൽ വരുന്നു.
ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ അവതാരമായിട്ട് നാട്ടിലോട്ട് വരുന്നു, അയാളെ മറ്റേ ചവിട്ടി താത്തുന്നു. തൊട്ടേനും പിടിച്ചതിനൊക്കെ അവതാരങ്ങളെ വിട്ടിട്ട് ഈ നാട്ടിൽ മൊത്തം അവതാരങ്ങളെ കൊണ്ട് ഇടിച്ച് നട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവരൊക്കെ അവരെ ദൈവങ്ങളുടെ പേര് പോയി. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനേക്കാളൊക്കെ ഒരു ബെറ്റർ നമുക്ക് ഒരു പ്രവാചകനും ഒരു ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ അല്ലേ? നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നവർക്കും ഒരു സുഖമുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ മതത്തിനെ ഫോളോ ചെയ്തോട്ടെ. അതിനെ നീ വന്ന് ഒരുപാട് നിരീക്ഷിക്കല്ലേ, ഒരുപാട് വെടി പൊട്ടിക്കാണ്ടിരിക്കും. ഹിന്ദുസിൻ്റെ മതത്തിനെ ഫോളോ ചെയ്യട്ടെ, ക്രിസ്ത്യാനിറ്റി അവരുടെ മതത്തിനെ ഫോളോ ചെയ്യട്ടെ, ബുദ്ധനും ജൈനനും അവരെ മതത്തിനെ ഫോളോ ചെയ്യട്ടെ, മുസ്ലിം അവരെ മതത്തിനെ ഫോളോ ചെയ്തോട്ടെ. ഈ ചാനലിൽ വന്ന് ഇങ്ങനെ ഛർദ്ദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് 4 വയസ്സ് 3 വയസ്സൊക്കെ തുടങ്ങുമ്പോഴേ ഈ ഒരു സംഗതി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. അത് എങ്ങനെ പഠിപ്പിക്കുന്ന വെച്ചാൽ അതീവ ഗുരുതരമായ മാനസികാഘാതമാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്. അടിച്ച് തിരിപ്പെടുത്തിയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഫിസിക്കൽ അതെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാമി പറഞ്ഞിട്ട് ഷോക്കൊക്കെ വെച്ച് ഷോക്ക് അടുപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാമിനൊക്കെ പിടിച്ചിരുത്തി ഷോക്ക് കുത്തി പഠിപ്പിച്ചുകൂടെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം മുതലാണ് നമ്മുടെ കാമി തിരിഞ്ഞു പോയത്. ആരോ എവിടോ ഒരു നല്ല ഷോക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോക്കിലോട്ട് നമ്മൾ ആൾക്കാരെ ഇടിച്ചിന്ന് പിടിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ മദ്രസയിൽ സത്യമാണ്, ആ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. മദ്രസയിൽ നല്ല രീതിയിൽ അടിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ അടി ഒരു മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് പരാതികളാവാറുണ്ട്. അതെല്ലായിടത്തും ആവാറുണ്ട്. സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട്, മദ്രസകളിൽ ഉണ്ടാവാറുണ്ട്, പല ഹൈന്ദവ മഠങ്ങളിൽ ഉണ്ടാവാറുണ്ട്, പല സ്ഥലങ്ങളിൽ ഹൈന്ദവ മഠങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സെമിനാരിയിലൊക്കെ അച്ഛന്മാരായും പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള ഭയങ്കര ഞാൻ അല്ല അത് നമുക്ക് അറിയുന്ന സത്യങ്ങളാണ്. ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടൊക്കെ പീഡിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാ മതത്തിലും ഈ മതപഠനം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അത് വേദങ്ങളായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, ഖുർആനായിക്കോട്ടെ, ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. അത് ക്രൂരതയാണെങ്കിൽ അതിനെ എല്ലാവരും എതിർക്കണം. അതിന് മദ്രസയിൽ 4 വയസ്സുള്ള കുട്ടീനെ പിടിച്ച് തൂക്കിയിട്ടുണ്ടെന്നൊന്നും പറയരുത്. അപ്പം ഇന്നത്തെ നമ്മുടെ സംഘി സ്പോട്ടഡിലെ ഫസ്റ്റ് സംഘിയുടെ വെടിയാണ് നമ്മളിന്ന് കേട്ടത്. അപ്പോൾ ഇതുപോലത്തെ സംഘികൾ ഇതുപോലെ വന്ന് വെക്കുന്ന വെടികളും തള്ളലുകളും കുത്തലുകളും ബോംബുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക, നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, നമ്മുടെ സംഘി വെടിവെച്ചാങ്കോവിലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന് നമ്മൾ കണ്ടത്. ഇതുപോലത്തെ പല പല സംഘികളുണ്ട്, നാട്ടിൻ്റെ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. സംഘി മാത്രമല്ല, മുസംഘി, ക്രിസംഘി, എല്ലാത്തരം സംഘികളും ഉണ്ട്. എച്ചി മുസ്ലിമുകളായിട്ടുള്ള കുറേ സംഘികളുണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്തിട്ടുള്ള നമുക്ക് ഓരോ ദിവസം പറ്റുമെങ്കിൽ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് സംഘി വെടിവെച്ചാങ്കോവിലിൻ്റെ അടുത്ത എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. വെടിവെച്ചാങ്കോവിൽ സംഗി, വെടിവെച്ചാങ്കോവിൽ സംഗി, വെടിക്കഥ, തള്ളക്കഥ, സംഗി കഥ. വെടിവെച്ചാങ്കോവിൽ സംഗി കഥ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ